സിനിമാ മേഖലയിലെ ഗോസിപ്പുകൾ വെറും ഇക്കിളി കഥകൾ പോലെ കേട്ട് രസിച്ചവരാണ് മലയാളികൾ. സിനിമയിൽ അവസരം കിട്ടാൻ സ്ത്രീകൾ പലതിനും വഴങ്ങുമെന്നും ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാകുമെന്നും വിശ്വസിച്ചവരാണ് നമ്മൾ. എന്നാൽ ഇതൊന്നും അഡ്ജസ്റ്റ്മെന്റുകളല്ല, അതിക്രമമാണെന്ന് തുറന്നു പറയുകയാണ് ചില നടിമാർ. സ്വകാര്യതയുടെ പേരും പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചവർ ദേ കാതു തുറന്ന് കേൾക്ക്. നടി ശ്രീലേഖ മിത്രയ്ക്കും ഉഷയ്ക്കും പിന്നാലെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മിനു മുനീറും ഗീതാ വിജയനും ഉൾപ്പെടെയുള്ള വനിതാ താരങ്ങളാണ്. മുകേഷ് മുതൽ ജയസൂര്യ വരെയും പുതിയ പട്ടികയിലുണ്ട്. വെള്ളിത്തിരയെ പിടിച്ചുകുലുക്കിയ ആരോപണങ്ങളിൽ ആദ്യം കുടുങ്ങിയ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസുമെടുത്തു. പുതിയ പരാതികൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജയസൂര്യ പിന്നിൽ നിന്നും പിടിച്ചു. ഇടവേള ബാബു കഴുത്തിൽ ചുംബിച്ചു. മുകേഷ് ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു. മണിയൻ പിള്ള രാജു വാതിലിൽ മുട്ടി. സിനിമാ മോഹവുമായി അഭിനയ രംഗത്തേക്ക് വന്ന നടി മിനു മുനീർ നേരിട്ട ദുരനുഭവങ്ങളാണിത്. മുകേഷ് അടക്കം 7 പേർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് മിനു മുനീർ പറയുന്നു. അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ജൂനിയർ ആർട്ടിസ്റ്റും വെളിപ്പെടുത്തി. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതിനാൽ സിനിമയിൽ അവസരം നഷ്ടമായെന്ന ആരോപണവുമായി നടി കെ അമൃതയും രംഗത്തെത്തി. അതിനിടെ ബംഗാളി നടി ശ്രീലേഖ മിത്ര നൽകിയ പരാതിയിൽ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. ലൈംഗിക അതിക്രമ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് എറണാകുളം നോർത്ത് പോലീസ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, മണിയൻ പിള്ള രാജു എന്നിവർക്കെതിരെയാണ് നടി മിനു മുനീർ ആരോപണം ഉന്നയിച്ചത്. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ജയസൂര്യയിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതെന്നാണ് മിനു മാധ്യമങ്ങളോട് പറഞ്ഞത്. ആദ്യത്തെ ദുരനുഭവം 2008-ലായിരുന്നു. സെക്രട്ടേറിയറ്റിലായിരുന്നു ഷൂട്ടിംഗ്. റെസ്റ്റ് റൂമിൽ പോയിട്ട് വന്നപ്പോൾ ജയസൂര്യ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു. ആരോടെങ്കിലും ഇക്കാര്യം പറയാൻ ഭയമായിരുന്നു. സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഈ ഷൂട്ടിങ്. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് സാരി ഞൊറിച്ചിലെങ്കിലും പിടിച്ചെടുക്കും. പുറകിൽ പെട്ടെന്ന് ഒരാൾ കെട്ടിപ്പിടിക്കും. നമ്മൾ പേടിച്ച് പുറകോട്ട് നോക്കി ജയസൂര്യ പെട്ടെന്ന് ഉടനെ തന്നെ ഞാൻ ലിപ്സ് കിസ് ചെയ്യുകയും അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത് ഞാൻ തള്ളി മാറ്റിയിട്ട് ഓടിപ്പോയി, താഴെ ഓടിപ്പോയി. അതൊക്കെ പുള്ളിക്കാരൻ എൻ്റെ പുറകെ ഓടി വന്നു. ജയസൂര്യ പറഞ്ഞു, എനിക്കൊരു കാര്യം ചോദിച്ചാൽ യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് അവിടെ മിന്നു വരുവാണെങ്കിൽ മിന്നു പല നേട്ടങ്ങളുണ്ടാവും. അപ്പം ഞാൻ അതിനുശേഷം പുള്ളിക്കാരൻ അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കാനായി ഇടവേള ബാബുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു. ഫോം പൂരിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇടവേള ബാബു കഴുത്തിൽ ചുംബിച്ചു. എന്തിനാണ് സെക്രട്ടറി, ഇദ്ദേഹത്തിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മയിലെ മെമ്പർഷിപ്പ് ഇടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞു. ഫോം തന്ന് ഒപ്പിട്ട് താൻ ഇന്ന് തന്നെ അപ്ലൈ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളിയും ഫിസിക്കൽ അബ്യൂസ് ചെയ്തു എന്റെ കൺസെന്റ് ഇല്ലാണ്ട്. നടൻ മുകേഷ് ഫോണിലും നേരിട്ട് മോശമായി സംസാരിച്ചു. വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചു. മണിയൻ പിള്ള രാജുവും മോശമായി പെരുമാറി. അത് ശരി, അമ്പടി കള്ളി, നീ ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് നോക്കിയോ? നിനക്ക് കൊടുക്കാൻ പറ്റത്തില്ല, നീ കൊടുക്കത്തില്ല, നീ കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്ക് വെച്ച് അവിടെ അങ്ങ് അടച്ചു വെച്ചോളാം, ആർക്കും കൊടുക്കണ്ട. ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഇല അനങ്ങല്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല. ബാബുരാജിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് ആരോപണം. ഈ നടൻ മിസ്റ്റർ ബാബുരാജ്, ഈ വ്യക്തി നമ്മൾ എന്താ പറയാ, പരസ്യമായ രഹസ്യമാണെന്ന് പറയാവുന്ന രീതിക്കുള്ള ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും അയാളുടെ ആ ഒരു അപ്രോച്ചില് അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതിനാൽ മലയാള സിനിമയിൽ അവസരം നഷ്ടമായെന്ന ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് കെ അമൃതയും രംഗത്തെത്തി. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് നിർമ്മാതാവെന്ന പേരിൽ വിളിച്ചയാൾ സംവിധായകനോടക്കം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞതായാണ് വെളിപ്പെടുത്തൽ. ഡയറക്ടർ ഭാഗത്തു നിന്നോ അല്ലെ വേറെ ആരും ഭാഗത്തു നിന്നോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിലും കൂടെ കിടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിടക്ക പങ്കിടാനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമൃത തയ്യാറാണ്.
സാർ ഞാനത് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ വരുന്നത്. ദയവ് ചെയ്ത് സാർ അത് ചിന്തിക്കരുത്. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ മൂവിയിലേക്ക് വരുന്നത്. എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. സിനിമാ ഷൂട്ടിങ്ങിനിടെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി നടി ഗീതാ വിജയനും രംഗത്തെത്തി. സംവിധായകൻ തുളസിദാസിൽ നിന്ന് നടി ശ്രീദേവിയേക്ക് മോശം അനുഭവം ഉണ്ടായതുപോലെ തനിക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. AMNA ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഐ ഹാവ് ഫെയിസ്. പക്ഷെ ഞാൻ അത് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒരു ഭയമുണ്ട്. അതിനിടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ കൊച്ചി നോർത്ത് പോലീസ് കേസെടുത്തു. നടി കൊച്ചി പോലീസ് കമ്മീഷണർക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. IPC 354 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ന്യൂസ് 18 കൊച്ചി. നടിമാരുടെ വെളിപ്പെടുത്തൽ മലയാള സിനിമാ മേഖലയെ കുറച്ചൊന്നുമല്ല പിടിച്ചുലച്ചിരിക്കുന്നത്. ആരോപണത്തോട് ജയസൂര്യ പ്രതികരിക്കാതിരുന്നപ്പോൾ പണം തട്ടാൻ നോക്കിയവരും അവസരം കിട്ടാത്തവരുമാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് മണിയൻ പിള്ള രാജുവിന്റെ പ്രതികരണം. ബാബുരാജും ആരോപണം നിഷേധിച്ച് രംഗത്തെത്തി. തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാട്ടി നടൻ സിദ്ദിഖ് DGPക്ക് പരാതി നൽകി. ഒന്നിലധികം ഷൂട്ടിംഗ് സെറ്റുകളിൽ മണിയൻ പിള്ള രാജുവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നായിരുന്നു മിനു മുനീറിന്റെ ആരോപണം. പണം തട്ടാൻ നോക്കിയവരും അവസരം കിട്ടാത്തവരും ആരോപണം ഉന്നയിക്കുമെന്ന് മണിയൻ പിള്ള രാജു പ്രതികരിച്ചു. ആരോപണങ്ങളെ ഇനി ധാരാളം വരും. കാര്യം ഇതിൻ്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും. പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ എല്ലാവരും പുറത്തു വരും. പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യം. WCC ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. അതിന് ക്ലിയർ ആയിട്ടുള്ള അന്വേഷണം ആവശ്യം. ആരോപണത്തിന് പിന്നിൽ വൈരാഗ്യമുള്ളവരാണെന്നാണ് നടൻ ബാബുരാജിന്റെ പ്രതികരണം. നടി ഗീതാ വിജയന്റെ ആരോപണം ശുദ്ധനുണയാണെന്നാണ് സംവിധായകൻ തുളസിദാസ് പ്രതികരിച്ചത്. അതേസമയം മിനു മുനീർ ഉന്നയിച്ച ഗുരുതര ആരോപണം സംബന്ധിച്ച് ജയസൂര്യ പ്രതികരിച്ചില്ല. രേവതി സമ്പത്തിന്റെ ആരോപണത്തിൽ സിദ്ദിഖ് DGPക്ക് പരാതി നൽകി. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് വാദം. അതിനിടെ അമ്മയ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് പൃഥ്വിരാജ് ഉയർത്തിയത്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് തനിക്ക് പറയാനാകില്ല. പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇല്ലാതാകണം. അമ്മയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി ഉണ്ടാകണം. ആരോപണങ്ങളിൽ അന്വേഷണവും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടിയും ഉണ്ടാകണം. വ്യാജ ആരോപണങ്ങളുണ്ടെങ്കിൽ അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും പൃഥ്വിരാജ് ആവശ്യപ്പെട്ടു. ആരോപണങ്ങളുണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. വിവാദങ്ങൾക്കിടെ അമ്മ ചൊവ്വാഴ്ച നടത്താനിരുന്ന എക്സിക്യൂട്ടീവ് യോഗം മാറ്റി. പ്രസിഡന്റ് മോഹൻലാലിന് അസൗകര്യമുണ്ടെന്നാണ് വിശദീകരണം. ആരോപണമുയർന്ന സാഹചര്യത്തിൽ രാജി ആവശ്യപ്പെട്ട് കൊല്ലം MLA മുകേഷിന്റെ വീട്ടിലേക്ക് RYF യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മദ്യത്തിനും മയക്കുമരുന്നിനും മക്കൾ മാതാപിതാക്കൾക്ക് എന്നും കണ്ണീരാണ്. ഒരു പരിധി വിട്ടാൽ പിന്നെ അവർ കാലന്റെ രൂപത്തിലും എത്താം. കോട്ടയം കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്ത് പിതാവിനെ മകൻ അടിച്ചു കൊലപ്പെടുത്തിയത് മദ്യലഹരിയിലാണ്. ചേപ്പുംപാറ സ്വദേശി ഷാജി ജോർജിനെ മകൻ രാഹുൽ ഷാജി അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. വാഹനത്തിന്റെ ഡോർ തുറന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 മണിയോടുകൂടി ആണ് വീട്ടിന് മുറ്റത്ത് കിടന്ന വാഹനത്തിന്റെ ഡോർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഫലത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ചേപ്പുംപാറ പടലുങ്കൽ ഷാജി ജോർജ് 57 വയസ്സുള്ള ഇദ്ദേഹമാണ് മരിച്ചത്.
രാഹുൽ ഷാജി, മകനായ രാഹുൽ ഷാജിയുടെ മർദ്ദനമേറ്റാണ് മരിച്ചത്. മർദ്ദനം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കമ്പിപ്പാരയെടുത്ത് അടിക്കുകയായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് മരണമുണ്ടായില്ല. ആദ്യം തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇന്ന് ഏതാണ്ട് പുലർച്ചയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഈ മകൻ പിതാവിനെ ഇങ്ങനെ ആക്രമിച്ചത് എന്നതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം പോലീസ് ഈ സംഭവം അറിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ, നാട്ടുകാർ ചേർന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. സംഭവം അറിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, മകൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മകനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു കാര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചത്. സംഭവ സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകളടക്കം ഈ കമ്പിപ്പാര അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇയാളെ വേഗത്തിൽ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പണത്തിനും സ്വത്തിനും വേണ്ടി ഉറ്റവരെ പോലും കൊലപ്പെടുത്താൻ മടിക്കാത്തവരുടെ നാടാണിത്. സ്വത്ത് വീതം വെച്ചതിന്റെ പേരിൽ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കർണാടക ബെൽത്തങ്ങാടിയിൽ കുടുംബസ്വത്ത് ലഭിക്കാത്തതിന് റിട്ടയർഡ് അധ്യാപകനെ കൊലപ്പെടുത്തിയത് മലയാളിയായ മരുമകനും ചെറുമകനും ചേർന്നാണ്. ബാലകൃഷ്ണ ബാഡേഗില്ലയെ കൊലപ്പെടുത്തിയ കേസിൽ കാസർഗോഡ് സ്വദേശികളായ മുരളീകൃഷ്ണ, രാഘവേന്ദ്ര കെടിലായ എന്നിവർ അറസ്റ്റിലായി. മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടക പോലീസ് കാസർഗോട്ടെ വീട്ടിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മംഗളൂരു ബെൽത്തങ്ങാടി ബെലാലുവിൽ ഓഗസ്റ്റ് 20-നാണ് ബാലകൃഷ്ണ കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിലാണ് ബാലകൃഷ്ണയുടെ പേരക്കുട്ടിയും അസിസ്റ്റന്റ് പൂജാരിയുമായ കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുരളീകൃഷ്ണ, ഇയാളുടെ പിതാവ് കർഷകനും ജ്യോത്സ്യനുമായ രാഘവേന്ദ്ര വി കെടിലായ എന്നിവർ അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട ബാലകൃഷ്ണയുടെ ഭാര്യയും വിരമിച്ച അധ്യാപികയുമായ പരേതയായ യു ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ മരുമകൾ വിജയലക്ഷ്മിക്ക് നൽകിയിരുന്നില്ല. സ്വത്ത് വീതിച്ച് നൽകാത്ത പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇരുവരെയും കൊലപാതകത്തിന് പ്രേരിപ്പിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികളായ അച്ഛനും മകനും കാസർകോട്ടെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിലാണ് വെട്ടുകത്തിയുമായി സ്ഥലത്തെത്തിയത്. സംഭവ ദിവസം ബാലകൃഷ്ണയുടെ ഇളയ മകൻ സുരേഷ് ഭട്ട് ഇരുവർക്കും ചായ നൽകിയ ശേഷം ജോലിക്കായി പുത്തൂരിലേക്ക് പോയി. മുരളീകൃഷ്ണ പിന്നിൽ നിന്ന് ബാലകൃഷ്ണയുടെ കഴുത്തു വെട്ടുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച് മുറ്റത്തേക്കോടിയ ബാലകൃഷ്ണയെ അച്ഛനും മകനും വെട്ടുകത്തികൊണ്ട് പലതവണ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ധർമ്മസ്ഥല പോലീസ് കാസർകോട്ടെ വീട്ടിലെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷമാണ് കൊലപാതകത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെട്ടത്. ബാലകൃഷ്ണയുടെ ചെറുമകൻ സുരേഷ് ഭട്ടിനെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് ഇരുവരും മൊഴി നൽകി. ബാലകൃഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് ഭട്ട് വരുന്നതുവരെ വീട്ടിൽ കാത്തിരുന്നു. വരാത്തതിനെ തുടർന്ന് 50,000 രൂപ വിലമതിക്കുന്ന 2 ബോണ്ട് പേപ്പറുകളും ചില രേഖകളും കൊണ്ട് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങി. വിരമിച്ച അധ്യാപകരായ ബാലകൃഷ്ണ ബഡേക്കിൽ ലീല ദമ്പതികൾക്ക് 3 മക്കളാണ്. മൂത്ത മകൻ ഹരീഷ് ഭട്ട് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ വിജയലക്ഷ്മി 22 വർഷം മുൻപ് കാസർകോട്ടെ രാഘവേന്ദ്ര കെടിലായ വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. അതിൽ മൂത്തയാളാണ് ഇപ്പോൾ പിതാവിനൊപ്പം അറസ്റ്റിലായത്. ഏറ്റവും ചെറുമകൻ സുരേഷ് ഭട്ട് വിവാഹം കഴിച്ചിട്ടില്ല. ഇയാൾ പുത്തൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട്ടെ പോലീസുകാരെ നല്ല നടപ്പ് പഠിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. നെന്മാറ പോലീസിനെതിരെയാണ് പുതിയ പരാതി. 17-കാരനെ നെന്മാറ SI രാജേഷ് മർദ്ദിക്കുന്നതിന്റെയും തല ജീപ്പിനുള്ളിലേക്ക് വലിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നു. തലയ്ക്ക് പരിക്കേറ്റ അളുവശ്ശേരി സ്വദേശി സായുജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് മുൻപ് പട്ടാമ്പിയിലും വിദ്യാർത്ഥിയെ ആളുമാറി പോലീസ് മർദ്ദിച്ചിരുന്നു. കടയിൽ സാധനം വാങ്ങാനെത്തിയ 17-കാരനെ
ജീപ്പിനടുത്തേക്ക് വിളിച്ചു വരുത്തി പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി. നെന്മാറ അളുവശ്ശേരി സ്വദേശി സായൂജിനെ മുടിയിൽ പിടിച്ചു വലിച്ച തല ജീപ്പിനുള്ളിലേക്കിട്ടു. ശേഷം കൈകൊണ്ട് മുഖത്തും തലയിലും മർദ്ദിച്ചെന്നാണ് ആരോപണം. 17-കാരന്റെ തല ജീപ്പിനുള്ളിലേക്ക് വലിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് മോനെ ഒന്നും അറിയാതെ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കടയിൽ നിന്ന് വരുന്ന വഴി, അതായത് ഇറങ്ങി വരുമ്പോഴാണ് ഒരു പോലീസുകാർ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് വെച്ച് മുടി പിടിച്ച് എടുത്തിട്ട് ഇടിച്ചിരിക്കുന്നത്. അത് എന്തിനാണെന്ന് അവനും അറിയില്ല, എൻ്റെ മോൻ അവനറിയില്ല, എനിക്കും അറിയില്ല. അത് ചെയ്തത് ശരിയല്ല. പോഗ്ലാം വാങ്ങാണ്ട് കടയിൽ പോയതാണ്. ഞാൻ പോഗ്ലാം നോക്കി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഞാൻ നിൽക്കുമ്പോഴാണ് അവർ വന്നത്. അവർ വന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അടുത്തേക്ക് പോയി മുടി പിടിച്ച് വലിച്ചു. പോലീസ് ഇപ്പോൾ അവിടെ വന്നിട്ട് തന്നെ വിളിച്ചാണോ? വലിച്ച് മുടി പിടിച്ച് വലിച്ച് ജീപ്പിനുള്ളിൽ തലയാക്കി. എന്നിട്ട് അവിടെ നല്ല ഇടിച്ചു, നല്ല മുഖത്തേക്കും ഇവിടേക്കും തലയ്ക്കും നല്ല ഇടിച്ചു. എന്നിട്ട് അവർ പിന്നെ ലാത്തിട്ട് കുത്താൻ വന്നു. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് പോയി. അതേസമയം മർദ്ദിച്ചിട്ടില്ലെന്നും വിവരം തിരക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ദിവസങ്ങൾക്ക് മുൻപ് പട്ടാമ്പിയിലും വിദ്യാർത്ഥിയെ ആളുമാറി പോലീസ് മർദ്ദിച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്. ആലപ്പുഴയിൽ 22-കാരി ആസിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പോലീസ് നിഗമനം. പിതാവിന്റെ മരണത്തിൽ ദുഃഖിതയാണെന്നും പിതാവിനൊപ്പം പോകുന്നു എന്ന കുറിപ്പും ആസിയ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസ് പങ്കുവച്ചിരുന്നു. സ്റ്റാറ്റസ് ഇട്ടത് യുവതി തന്നെയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തത വരൂവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ആലപ്പുഴ ലജ്നത്ത് വാർഡിൽ പനക്കൽ പുരയിടത്തിൽ മുനീറിന്റെയും കായംകുളം സ്വദേശിനി ആസിയയുടെയും വിവാഹം 4 മാസം മുൻപായിരുന്നു. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. വീടിന്റെ കിടപ്പുമുറിയിലെ ജനലിലാണ് ആസിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ കയർ കെട്ടഴിച്ച് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആസിയയ്ക്ക് ജീവനുണ്ടായിരുന്നില്ല. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും വീട്ടിലെത്തി പരിശോധന നടത്തി. വിവാഹത്തിന് 4 മാസം മുൻപാണ് ആസിയുടെ പിതാവ് അർബുദബാധിതനായി മരണപ്പെട്ടത്. വിവാഹശേഷവും ഇതിന്റെ വലിയ മനോവിഷമത്തിലായിരുന്നു ആസിയ എന്ന് ബന്ധുക്കൾ പറയുന്നു. ദന്തൽ ടെക്നീഷ്യയായി മൂവാറ്റുപുഴയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആസിയ. ആഴ്ചയിൽ ഒരിക്കലാണ് ആലപ്പുഴയിലെ ഭർത്താവിന്റെ വീട്ടിലെത്തിയിരുന്നത്. മുനീർ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ആസിയയുടെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമം നിലനിൽക്കുമ്പോഴും പലരും നീതി തേടി അലയുകയാണ്. കൊല്ലം പുനലൂരിൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയായ ഒരു 8ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത കേസിൽ വർഷങ്ങളായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതികളെക്കുറിച്ച് ധാരണ ഉണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നുമായിരുന്നു കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ റൂറൽ SP പറഞ്ഞത്. എന്നാൽ ഇന്നും ഈ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. 2013 മാർച്ച് 19 നടന്ന സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. മാർച്ച് 19 ഒരു 8ാം ക്ലാസ്സുകാരൻ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. നാടിനെയും വീട്ടുകാരെയും വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരുന്നുവെന്നാണ്. ഇതുവരെയും ഒരു നിയമ നടപടിയും ഉണ്ടായില്ല. അവർക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഈ കേസ് എങ്ങുമെത്താതെ പോയത്? നമ്മൾ പറയുമ്പോൾ ആളിനെ കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നും വെളിപ്പെടുത്തുന്നില്ല. ആരും വെളിപ്പെടുത്തുന്നില്ല. അന്ന് പറഞ്ഞത് 3 പേര് സംശയമുണ്ട്.
അത് ഇച്ചിരി താമസം ഉണ്ടെന്ന് പറഞ്ഞു. ടെസ്റ്റ് എന്തോ വന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നീണ്ടു പോവാം. പിന്നെ അങ്ങനെ 2 മാസം മുമ്പ് ആളുകൾ അന്വേഷിക്കാൻ വരും. അപ്പോൾ വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ നടക്കും കേസ്. അത് പോലീസിന്റെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും വ്യക്തമായ എന്തെങ്കിലും മറുപടി ലഭിക്കുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. ഇതിലേക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഒന്നിടയ്ക്ക് നമുക്ക് എല്ലാം ഇത് പരാതി കൊടുത്തതാണ്. എന്നിട്ട് നമുക്ക് നീതി കിട്ടിയില്ല നമുക്ക്. ഈ സംശയമുള്ളവരുടെ ഭാഗത്തായിട്ട് പോലീസിന്റെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പോയിരുന്നു? ഒന്നും വന്നിട്ടില്ല. പോലീസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താ നമുക്ക് തരുന്നത്? എന്തെങ്കിലും ഒരു മറുപടി വ്യക്തമായി മക്കളടുത്ത് പറയാം, നിങ്ങളങ്ങ് ഏക്ക്, കുറച്ച് ദിവസത്തെ ഇതേ വരത്തുള്ളൂ, നിങ്ങളങ്ങ് ഏക്കെന്നാ പറയുന്നത്. അല്ല, ഇങ്ങനെ കൊന്നത് നമ്മളാണെന്നേ. ഞങ്ങൾ അന്നങ്ങ് ഏക്കായി. അന്നത്തെ SP ആയിരുന്ന ആള് പറഞ്ഞതാ ഞങ്ങളടുത്ത്, അണ്ണൻ്റെ അടുത്ത്. അണ്ണൻ ഏറ്റോ കുഴപ്പമൊന്നും വരത്തില്ല, ഒരു 6 മാസം. അല്ല, ഇത് നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും പോലീസ് അത്തരത്തിലൊരു അന്വേഷണം കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഒന്നും വന്നിട്ടില്ല. അവർ അന്നെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഇളക്കി കളഞ്ഞവർ. ആരംഭത്തിലേ അവരങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇളക്കി എല്ലാ ആൾക്കാരെയും നമ്മളെ ശത്രുക്കളാക്കി അവർ. അന്നേരത്തേക്ക് തന്നെ അവർ ആ ആൾക്കാർ തന്നെ പറഞ്ഞു, അവിടെ അവർ തന്നെ പറഞ്ഞ്, നിങ്ങൾ 3 ഇതിനകത്ത് നിന്ന് ചത്ത് പുഴുത്താലും ഞങ്ങളാരും തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെയൊക്കെ പേടിച്ചാൽ ഞങ്ങളിഞ്ഞ് പോരുന്നത്. നിലവിലിപ്പോൾ അവിടുന്ന് നിങ്ങൾ ആ പ്രദേശത്തു നിന്ന് താമസം മാറി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ട സ്ഥിതിയാണിപ്പം വന്നത്. അപ്പോൾ നിങ്ങൾ ഉന്നത അന്വേഷണം വേണമെന്നും എന്തെങ്കിലും ആവശ്യപ്പെട്ടായിരുന്നു. നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് എല്ലാവർക്കും പേര് കൊടുത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് അന്വേഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നീതി നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ വേദനാജനകമായ നിലയിലാണ് ആ മാതാപിതാക്കൾ നമ്മളോട് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി മകൻ്റെ മരണത്തിന് വേണ്ടി നീതി തേടി ഇവർ അലയുകയാണ്. ഇവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കുടിപ്പകയായി മാറുന്നത് പതിവ് കാഴ്ചയാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിലും ഇതുപോലൊരു കുടിപ്പകയുടെ കഥയുണ്ട്. വാവാട് സ്വദേശി മുഹമ്മദ് നിസാബിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച കേസിലെ പ്രതിയാണ് നിസാബ്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ താമരശ്ശേരി പരപ്പൻപോയിൽ സ്വദേശി മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച കേസിലെ പ്രതിയാണ് നിസാബ്. ഷാഫിയുടെ വീട് കൊട്ടേഷൻ സംഘത്തിന് കാട്ടിക്കൊടുത്തത് നിസാബായിരുന്നു എന്നാണ് കേസ്. ഈ കേസിൽ കൂടുതൽ ആളുകളുണ്ടെന്നും ഇത് വെളിപ്പെടുത്തുമെന്നും നേരത്തെ നിസാബ് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. സൗദി രാജകുടുംബത്തിന്റെ 130 കിലോയോളം സ്വർണം സൗദി വിമാനത്താവളത്തിൽ നിന്നും തട്ടിയെടുത്തുവെന്നും ഇത് മറ്റുള്ളവർക്ക് നൽകാതെ ഷാഫി കൈക്കലാക്കി എന്നുമായിരുന്നു ആരോപണം. കഴിഞ്ഞ ഏപ്രിൽ 7-ന് രാത്രിയാണ് ഷാഫിയെയും ഭാര്യയെയും തോക്കുമായി കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഭാര്യയെ വഴിയിൽ ഇറക്കിവിട്ടു. 11-ാം ദിവസമാണ് ഷാഫിയെ വിട്ടയച്ചത്. ഷാഫിക്കായി പോലീസ് കർണാടകയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തുന്നതിനിടെ മൈസൂരിൽ ഇറക്കിവിടുകയായിരുന്നു. ബന്ധുക്കൾ പോലീസിനെ അറിയിക്കാതെ കാറുമായി മൈസൂരിൽ എത്തിയാണ് ഷാഫിയെ കൂട്ടിക്കൊണ്ടുവന്നത്. സംഭവത്തിൽ അന്നുതന്നെ ദുരൂഹത ആരോപിക്കപ്പെട്ടതാണ്. 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിലെ പ്രതിയെ വീട്ടിലെത്തി ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. സാരമായി പരിക്കേറ്റ നിസാബിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. പ്രതികൾ കാറിലെത്തുന്നതിന്റെയും കൃത്യം കഴിഞ്ഞ് ഓടി കാറിൽ കയറി പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ സമീപത്തെ വീടുകളിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ കൊടുവള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 താമരശ്ശേരി. കാസർഗോഡ് ജില്ലയിൽ സിഗരറ്റ് വിൽപ്പന വ്യാപകം. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബന്ദിയോട് തുണിക്കടയുടെ മറവിൽ സിഗരറ്റ് വിൽപ്പന നടത്തിവരുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിയായും
കള്ളക്കടത്ത് വഴിയുമാണ് ഇവ എത്തിക്കുന്നതെന്നാണ് വിവരം. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബന്ദിയോട് തുണിക്കടയുടെ മറവിൽ ഇ സിഗരറ്റ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. കടയുടെ ക്യാഷ് കൗണ്ടറിന് സമീപത്തെ മേശവലിപ്പിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചെറിയ ബത്തേരി മഹലിലെ BM മൂസ ഖലീൽ, ഉപ്പള ഇസ്ലാപുര അറഫാത്ത് മൻസിലിലെ അബൂബക്കർ ജംഷീദ് എന്നിവരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് നിക്കോട്ടിക് കണ്ടന്റ് അടങ്ങിയ 4 ഇ സിഗരറ്റുകളും 3 ഫോണുകളും പിടികൂടി. ഒരാഴ്ചയിൽ ഏറെയായി സംഘം പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി വസ്ത്രങ്ങൾ വാങ്ങാതെ തിരിച്ചു പോകുന്നത് പതിവായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് പോലീസ് പരിശോധന നടത്തിയത്. സംഘം ഒരു ഇ സിഗരറ്റിന് 700 രൂപയാണ് ഈടാക്കിയിരുന്നത്. ആവശ്യത്തിനനുസരിച്ച് വില കൂടും. ജില്ലയിലെ വിവിധയിടങ്ങളിൽ 1000 രൂപ മുതൽ 1500 രൂപ വരെ വില ഈടാക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് വിൽപ്പന ഏറെയും. ഫോണിലൂടെയാണ് ആവശ്യക്കാരെ കണ്ടെത്തുന്നത്. മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ചാണ് ഇ സിഗരറ്റിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിയായും കള്ളക്കടത്ത് വഴിയുമാണ് ഇവ എത്തിക്കുന്നത്. 1 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് പോലീസ് പറഞ്ഞു. കാസർഗോഡ്, കുമ്പള, ഉപ്പള, ബന്ദിയോട്, പള്ളിക്കര, കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ കടകളിൽ ഇ സിഗരറ്റ് വിൽപ്പന നടത്തുന്നതായി പരാതിയുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസും എക്സൈസും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയതും ബെൽത്തങ്ങാടിയിൽ ഭർത്തൃപിതാവിനെ മലയാളിയായ മരുമകൻ വധിച്ച സംഭവം പുറത്തുവന്നത് ഈ പകലാണ്. സ്വത്തും പണവും മദ്യപിച്ചുള്ള തർക്കവുമൊക്കെയാണ് പല കുടുംബങ്ങളിലെയും വില്ലൻ. തൃശൂർ അതിരപ്പള്ളിയിൽ അമ്മയെ മകൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സ്വർണം പണയം വെച്ചതിനെ തുടർന്നുള്ള തർക്കത്തെ ചൊല്ലിയാണ്. അതിരപ്പള്ളി സ്വദേശിനി ബീനയാണ് അമ്മ പാറുക്കുട്ടിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സ്കൂട്ടർ വാങ്ങുന്നതിനായി അമ്മയിൽ നിന്നും 3.5 പവൻ സ്വർണം വാങ്ങി ബീന പണയം വെച്ചിരുന്നു. ഇത് തിരികെ ചോദിച്ചതിലുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പണത്തിനും സ്വത്തിനും വേണ്ടി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നവർക്ക് ആ സ്വത്ത് അനുഭവിക്കാൻ കഴിയുമോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. അവരുടെ ചോരയും കണ്ണീരും വേദനയും നിങ്ങളുടെ തലമുറയെ വരെയും വേട്ടയാടുമെന്ന് മറക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.